ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലത്തെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പുട്ടാണ്. പിന്നെ കറി പറഞ്ഞാൽ ചെറുപയർ കറിയാണ് കേട്ടോ. പിന്നെ ഞാൻ പപ്പാളങ്ങയും പരിപ്പും കൂടി തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ട്. ഇത് ഉച്ചക്കത്തേക്കുള്ളതാണ്. പിന്നെ കൊള്ളുപ്പേരി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ചോറിന്. പിന്നെ ഇതാ ചെറുപയർ കറി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ചോറ് ഇതാ തിളപ്പിച്ച് നമ്മൾ കുക്കറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. അപ്പോൾ രാവിലത്തെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സമയം 9 മണി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ എനിക്ക് കുറേ തുണി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. കുറേ തുണി ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകി. 3 ട്രിപ്പ് കഴുകി. 2 ദിവസമായി തുണിയൊക്കെ കഴുകിയിട്ട്. എന്താ വെച്ചാൽ സോപ്പ് പൊടി ഇല്ലായിരുന്നു ഇന്നലെ കേട്ടോ സോപ്പ് പൊടി വാങ്ങിയത്. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ വാങ്ങി കുറേ തുണി വാഷിംഗ് മെഷീനിലിട്ടു. കുറച്ച് തുണി ഇതാ കല്ലിൽ അലക്കിയിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് ഒലുമ്പി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്നും ഞാൻ അലക്കാറുള്ളതാണ്. 2 ദിവസം അലക്കാണ്ടിരുന്നപ്പോൾ ഒരുപാട് തുണി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറേ വാഷിംഗ് മെഷീനിൽ കഴുകി. രാത്രിയാണ് കഴുകിയത്. അപ്പോൾ ഉറക്കം വന്നപ്പോൾ വേഗം പോയി കിടന്നു. പിന്നെ ബാക്കി തുണിയൊക്കെ കല്ലിലിട്ട് കഴുകാൻ വിചാരിച്ചു. നല്ല വെയിലുമാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അത് വേഗം കഴുകിയെടുക്കുകയാണ് കേട്ടോ. വെയിലായതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ തുണിയൊക്കെ കഴുകി അതൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ പുറത്ത് വാഷ് ബേസിനുണ്ട്. അതിൽ നല്ല ചെളിയുണ്ട്. ബ്രഷൊക്കെ ഇട്ട് ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ വെയിലായതുകൊണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങില്ല. വേഗം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫാനിൻ്റെ അവിടെ പോയിരിക്കും. അത്ര ചൂടാണ് പാലക്കാട്. അപ്പം ഒരുപാട് പണി അങ്ങനെ ചെയ്യാണ്ടും കിടക്കും കേട്ടോ. പിന്നെ ഇതായി കൊണ്ടുപോകുന്നത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റാണ്. ചോറും അങ്ങനെ നമ്മൾ കഴിക്കുന്ന വേസ്റ്റൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഫോറസ്റ്റാണ്, കാടാണ്. അപ്പോൾ നിറയെ പന്നി വരും. ഇരുട്ടാകുമ്പോൾ നിറയെ പന്നി വരും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവർ വന്ന് കഴിച്ചോളും. അപ്പോൾ വേസ്റ്റൊക്കെ എപ്പോഴും അവിടെ കൊണ്ടുപോയിടാറാണ് പതിവ്. അപ്പം വേസ്റ്റൊക്കെ അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ടു. അങ്ങനെ പിന്നെ അടുക്കളയിൽ വന്നു. കുറേ പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചു. അപ്പോൾ രാവിലത്തെ ഒരുവിധം പണികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇനി ഭക്ഷണമൊക്കെ ആയാൽ പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുകയേ വേണ്ടൂ. പിന്നെ വൈകുന്നേരം വലിയ പണികളൊക്കെ ഉള്ളൂ. വെയിലൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരമായിരിക്കും കുളിക്കുന്നത്. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.